അമ്മമ്മ ഞാനേ അപ്പം കഴിച്ചിട്ട് കുറച്ചായേ എന്ന് ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു എൻ്റെ പൊന്നമ്മ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റേ അപ്പം, സാമ്പാർ, ചമ്മന്തി, പൊടിച്ചമ്മന്തി, ആദ്യം ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ട് വെച്ചായിരുന്നു. ഒരു 3-4 അപ്പം ഞാൻ കഴിച്ചപ്പോഴേക്കും അമ്മമ്മ അപ്പത്തിനൊരു ഓംലെറ്റ് കൊണ്ട് വെച്ചു. ആഹാ കൊള്ളാല്ലേ. ആ ഓംലെറ്റിൻ്റെ കൂടെ അടുത്ത പുഴുങ്ങിയ മുട്ടയും, അങ്ങനെ ഒരു 3 മുട്ടയും പിന്നെ ഒരു 3-4-5-6 അപ്പം അല്ല ഒരു 5 അപ്പവും കൂടി ആയപ്പോഴേക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കുശാലായിരുന്നു. മാത്രമല്ല ഈ പുഴുങ്ങിയ മുട്ടയില്ലേ അതിനോട് കുരുമുളക് കൊണ്ട് വയ്ക്കുന്ന അമ്മമ്മയുടെ ശീലമാണ്. ഇത്തരം ശീലങ്ങൾ ഞാൻ എന്നും എൻകറേജ് ചെയ്യും. മാത്രമല്ല അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് പൊരിച്ചമീൻ കഴിച്ചിട്ട് ഒരുപാട് നാളായേ. അത് പറഞ്ഞപ്പോൾ ആ പൊരിച്ചമീനും റെഡി. സാധാ മീനൊന്നും അല്ല, പരവ, അതാണ് കൂടെ നമ്മുടെ തോരനും. സംഗതി ഇപ്പോൾ പയറ് തോരനല്ല കേട്ടോ, ബീൻസ് തോരനാണ്. പക്ഷേ ഏത് തോരനായാലും ഒരു രക്ഷയില്ലായിരുന്നു. മാത്രമല്ല മീൻ ഒടുക്കത്തെ സോഫ്റ്റ് കേട്ടോ. കറിമീൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, പൊരിച്ചമീൻ അതുപോലെ ക്രിസ്പിയും. ഒരേ മീനിൽ അമ്മാമ്മ എങ്ങനെയാണ് ഈ 2 വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇന്നും എനിക്കൊരു സമസ്യയാണേ. പക്ഷെ അതുപോലെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കണമല്ലോ. ഇത്